ഗുഡ് ഈവനിങ്. ഞാൻ ഡോണ. കോടഞ്ചേരി മീഡിയ. സന്ധ്യാവാർത്തയിലേക്ക് സ്വാഗതം. ഇനി കൂട്ടുകൂടാനില്ല. ചലനമറ്റ് 5 കൂട്ടുകാർ. മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം കബറടക്കി. ആലപ്പുഴ. 2 മാസം മുൻപാണ് കലാലയ ജീവിതത്തിന്റെ ലോകത്തേക്ക് അവർ നടന്നു കയറിയത്. വണ്ടാനം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഠനത്തിനിടയിൽ കളിയും ചിരിയുമായി എത്തിയ ആ 5 കൂട്ടുകാരും ഇനി സഹപാഠികൾക്കൊപ്പമില്ല. കൂട്ടുകാർക്കും ഉറ്റവർക്കും സമ്മാനിച്ച ഓർമ്മകള് ബാക്കിയാക്കി അവർ യാത്രയായി. ദേശീയപാത കളർകോട് ചങ്ങനാശ്ശേരിമുക്കിലുണ്ടായ അപകടത്തിൽ മരിച്ച മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നും നാളെയുമായി പൂർത്തിയാകും. ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് ഇബ്രാഹിമിന്റെ മൃതദേഹം കൊച്ചി ടൗൺ ജുമാ മസ്ജിദിൽ ഇന്ന് കബറടക്കി. ശ്രീദീപ് വത്സന്റെ മൃതദേഹം പാലക്കാട് വീട്ടിലെത്തിച്ചു. ഇവിടെ സംസ്കാര ചടങ്ങ് പുരോഗമിക്കുകയാണ്. കണ്ണൂർ മാട്ടൂലിൽ എത്തിച്ച മുഹമ്മദ് അബ്ദുൽ ജബ്ബാറിന്റെ മൃതദേഹം രാത്രിയോടെയാണ് കബറടക്കുക. കാവാലത്തെ വീട്ടിലെത്തിച്ച ആയിഷ ഷാജിയുടെ മൃതദേഹവും കോട്ടയം മറ്റക്കരയിലെ കുടുംബ വീട്ടിലെത്തിച്ച ദേവനന്ദന്റെ മൃതദേഹവും നാളെ സംസ്കരിക്കും. കോളേജിലെ സെൻട്രൽ ലൈബ്രറി കെട്ടിടത്തിനു മുന്നിൽ ചലനമറ്റ് കിടന്ന 5 പേരെയും സഹപാഠികൾ കണ്ണീരോടെ അവസാനമായി കണ്ടു. സന്തോഷവും സ്വപ്നങ്ങളും നിറയേണ്ട കലാലയ മുറ്റത്ത് ദുഃഖം തളംകെട്ടുന്ന കാഴ്ചയാണ് ഇന്ന് കണ്ടത്. ദേശീയപാതയിൽ കളർകോട് ചങ്ങനാശ്ശേരിമുക്ക് ജംഗ്ഷനിൽ KSRTC ബസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച 5 വിദ്യാർത്ഥികളെ കാണാൻ നാട് ഒന്നാകെ ഒഴുകിയെത്തി. വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു അവരുടെ പോസ്റ്റ്മോർട്ടം നടന്നത്. മരിച്ചവരുടെ ബന്ധുക്കൾ രാവിലെ തന്നെ ആശുപത്രിയിലെത്തി. ഉറ്റവരെ സാന്ത്വനിപ്പിക്കാൻ സഹപാഠികൾക്ക് വാക്കുകളുണ്ടായിരുന്നില്ല. ഇന്നലെ സംസാരിച്ച് പിരിഞ്ഞവരുടെ വിയോഗത്തിന്റെ വേദനയിലായിരുന്നു അവരും. ഞായറാഴ്ച രാത്രി 9:20 അപകടം നടന്നയുടനെ മെഡിക്കൽ വിദ്യാർത്ഥികളാണ് അപകടത്തിൽപ്പെട്ടതെന്ന് വാർത്ത വന്നിരുന്നു. ഇക്കാര്യം സ്ഥിരീകരിച്ചതോടെ കോളേജ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും നാട്ടുകാരും ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിനു മുന്നിലേക്ക് ഓടിയെത്തിയത്. 2.5 വയസ്സുള്ള കുഞ്ഞിനോട് കൊടുംക്രൂരത. ശിശുക്ഷേമ സമിതിയിലെ 3 ആയമാരെ അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരം തൈക്കാട് ശിശുക്ഷേമ സമിതി കേന്ദ്രത്തിലെ 2.5 വയസ്സുള്ള കുഞ്ഞിനെ ക്രൂരമായി പീഡിപ്പിച്ചു. കുഞ്ഞിന്റെ ജനനേന്ദ്രിയത്തില് മുറിവേൽപ്പിച്ച സംഭവത്തിൽ 3 ആയമാരെ അറസ്റ്റ് ചെയ്തു. കുട്ടി കിടക്കയില് മൂത്രമൊഴിച്ചതിനാണ് ആയമാരെ ഉപദ്രവിച്ചത്. അജിത, മഹേശ്വരി, സിന്ധു എന്നീ ആയമാരെയാണ് അറസ്റ്റ് ചെയ്തത്. 3 പേർക്കുമെതിരെ പോക്സോ ചുമത്തി. ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറിയാണ് പരാതി നൽകിയത്. വർഷങ്ങളായി താൽക്കാലികാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന അജിതയാണ് കുട്ടിയുടെ സ്വകാര്യ ഭാഗത്ത് മുറിവേൽപ്പിച്ചതെന്നാണ് പോലീസ് പറയുന്നത്. മറ്റു 2 പേരും കുട്ടിയെ ഉപദ്രവിച്ചിട്ടുണ്ട്. കുഞ്ഞിനെ ഉപദ്രവിച്ചതിനും ഉപദ്രവിച്ച കാര്യം മറച്ചുവെച്ചതിനുമാണ് 3 ആയമാർക്കെതിരെ കേസെടുത്തിരിക്കുന്നത്. ഡിസംബർ 1-നാണ് ഇതു സംബന്ധിച്ചുള്ള വിവരം പോലീസിൽ അറിയിച്ചത്. അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട 2.5 വയസ്സുകാരിയുടെയും 1 വയസ്സുകാരന്റെയും സംരക്ഷണം ഏറ്റെടുത്താണ് ശിശുക്ഷേമ സമിതി തിരുവനന്തപുരത്തെ കേന്ദ്രത്തിൽ താമസിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം കുഞ്ഞിനെ കുളിപ്പിച്ചപ്പോഴാണ് ജനനേന്ദ്രിയത്തിലെ മുറിവ് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ജീവനക്കാരെ വിവരം ജനറൽ സെക്രട്ടറിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് തൈക്കാട് ആശുപത്രിയിൽ കുട്ടിയെ പരിശോധനയ്ക്ക് വിധേയയാക്കി. മ്യൂസിയം പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തു. പോലീസ് എത്തി കുഞ്ഞിനെ പരിചരിച്ചിരുന്ന ആയമാരെ ചോദ്യം ചെയ്യുകയും പിന്നീട് അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു. ഒരാഴ്ച ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന 7 താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിട്ടതായി ശിശുക്ഷേമ സമിതി ജനറൽ സെക്രട്ടറി അരുൺ ഗോപി പറഞ്ഞു. മധു താമരക്കുമ്പിളില് നാളെ BJP അംഗത്വം സ്വീകരിക്കും. വിഭാഗീയ കുരുക്കില് CPM. തിരുവനന്തപുരം സമ്മേളനകാലത്ത് പ്രാദേശിക വിഭാഗീയതയിൽ നട്ടംതിരിയുന്ന CPM-ൽ നിന്ന് കൂടുതൽ നേതാക്കള് BJP-യിലേക്ക്. കായംകുളം ഏരിയ കമ്മിറ്റി അംഗം ബിബിന് സി ബാബു BJP-യിൽ ചേർന്നതിനു പിന്നാലെയാണ് തിരുവനന്തപുരത്ത് പാർട്ടിയുടെ മുൻ ഏരിയ സെക്രട്ടറി തന്നെ BJP പാളയത്തിലേക്ക് എത്തുന്നത്. പാർട്ടിയുമായി തെറ്റിപ്പിരിഞ്ഞ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരിയാണ് BJP-യിൽ ചേരുന്നത്. മധു മുല്ലശ്ശേരി ബുധനാഴ്ച രാവിലെ 10:30 സംസ്ഥാന കമ്മിറ്റി ഓഫീസില് BJP സംസ്ഥാന അധ്യക്ഷന് K സുരേന്ദ്രനിൽ നിന്നും BJP അംഗത്വം സ്വീകരിക്കും. CPM ഏരിയ സെക്രട്ടറി BJP-യിലേക്കു വരുന്നത് ഏറെ ഗൗരവത്തോടെ കാണുന്നതുകൊണ്ടാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും മുൻ കേന്ദ്രമന്ത്രി V മുരളീധരനും തന്റെ വീട്ടിലെത്തിയതെന്ന് മധു മുല്ലശ്ശേരി പറഞ്ഞു. ഞാന് നേരത്തെ തന്നെ BJP-യുമായി അടുത്തിരുന്നുവെന്ന് ഇപ്പോഴാണ് V ജോയി ഉൾപ്പെടെ നേതാക്കള് പറയുന്നത്. മുൻപ് ഈ ആരോപണങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല. ഈ ഏരിയ സമ്മേളനത്തില് പോലും അത്തരം ആരോപണം ഉയർന്നിട്ടില്ല. BJP നേതാക്കള് മാത്രമല്ല, കോൺഗ്രസ് നേതാക്കളും മുസ്ലിം ലീഗ് നേതാക്കളും PV അൻവറും ബന്ധപ്പെട്ടിരുന്നു. ശക്തമായ ഒരു ദേശീയ പാർട്ടിയെന്ന നിലയിലാണ് BJP-യിലേക്ക് പോകുന്നത്. കോൺഗ്രസ് അത്ര ശക്തമല്ല. അതിനു പുറമെ നരേന്ദ്രമോദി രാജ്യത്ത് നടത്തുന്നത് വലിയ വികസന പരിപാടികളുമാണ്. അതുകൊണ്ടൊക്കെയാണ് BJP തിരഞ്ഞെടുത്തത്. ഞാന് CPM-മായി അകന്നതിനു ശേഷമാണ് VV രാജേഷ് ഉൾപ്പെടെയുള്ള BJP നേതാക്കള് ബന്ധപ്പെട്ടത്. ഉപാധികളൊന്നും വെക്കാതെയാണ് BJP-യിലേക്ക് പോകുന്നത്. നിരവധി ആളുകൾ വരും ദിവസങ്ങളില് BJP-യിലേക്ക് എത്തും. അടുത്ത ദിവസം തന്നെ തിരുവനന്തപുരത്ത് യോഗം വിളിച്ചിട്ടുണ്ട്. അതില് തുടർനടപടികൾ തീരുമാനിക്കും. 6 വർഷമായി ഞാൻ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുന്നു. V ജോയി ജില്ലാ സെക്രട്ടറി ആയതിനു ശേഷമാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അധികാരമോഹത്തോടെ പാർട്ടിക്കുള്ളില് കടുത്ത വിഭാഗീയ പ്രവർത്തനത്തിനാണ് ജോയി ശ്രമിക്കുന്നത്. ഇവിടെ മാത്രമല്ല, മറ്റു പലയിടത്തും ഇതേ നീക്കങ്ങളാണ് ജോയി നടത്തുന്നത്.
തന്റെ ഇഷ്ടക്കാരെ കമ്മിറ്റികളിൽ തിരികെ കയറ്റി നിയന്ത്രണം പിടിക്കാനുള്ള നടപടികളാണ് നടത്തുന്നത്. കടകംപള്ളി സുരേന്ദ്രന് ഉൾപ്പെടെയുള്ള നേതാക്കളോട് പരാതിപ്പെട്ടെങ്കിലും ഒരു കാര്യവും ഉണ്ടായില്ല. പുതിയ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി തിരഞ്ഞെടുത്ത ജലീല് നിരവധി ആരോപണങ്ങൾ നേരിടുന്ന ആളാണ്. മധു മുല്ലശ്ശേരി പറഞ്ഞു, സിപിഎമ്മിലെ സംഘടനാ പ്രശ്നങ്ങൾ യഥാസമയം ഇടപെട്ട് പരിഹരിക്കുന്നതിൽ സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾക്ക് വീഴ്ച ഉണ്ടാകുന്നതായി പാർട്ടിയിൽ തന്നെ വിമർശനമുയരുന്ന സാഹചര്യത്തിലാണ് കൂടുതൽ നേതാക്കൾ പാർട്ടി വിടുന്നത്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് തന്നെ നേരിട്ട് സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും ഉയർന്നുവരുന്ന പ്രശ്നങ്ങൾ തീർക്കാൻ മുന്നിട്ടിറങ്ങിയിട്ടും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. പാർട്ടി സമ്മേളനങ്ങൾ നിർണായകമായ ജില്ലാ തലത്തിലേക്കു കടക്കുന്നതിനിടെയാണ് പ്രാദേശിക വിഭാഗീയത രൂക്ഷമാകുന്നതും നേതൃത്വത്തിന് തലവേദന കൂടുന്നതും. തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയിയുമായുള്ള അഭിപ്രായ ഭിന്നതയുടെ പേരിൽ പാർട്ടി വിട്ട മധുവിനെ ഇന്ന് രാവിലെ പാർട്ടി പുറത്താക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് മധു ബിജെപിയിൽ ചേർന്നത്. ഏരിയ സെക്രട്ടറിയായിരിക്കുമ്പോൾ തന്നെ മധു ബിജെപിയിലേക്കു കാലെടുത്തു വയ്ക്കുകയും ചില ചർച്ചകൾ നടത്തുകയും ചെയ്തുവെന്നാണ് വി ജോയി പറഞ്ഞത്. പാർട്ടി വർഗീയശക്തികളുടെ നിയന്ത്രണത്തിലാണെന്ന് പറഞ്ഞാണ് ബിബിന് സിപിഎം വിട്ടതെങ്കിൽ വിഭാഗീയതയിൽ പൊറുതിമുട്ടിയാണ് സിപിഎമ്മുമായുള്ള 42 വർഷത്തെ ബന്ധം ഉപേക്ഷിച്ച് ബിജെപിയിലേക്ക് എത്തുന്നതെന്നാണ് മധു പ്രതികരിച്ചത്. സിപിഎമ്മിൽ നിന്ന് അസംതൃപ്തരായ കൂടുതൽ നേതാക്കള് ബിജെപിയിലേക്ക് എത്തുമെന്ന് കഴിഞ്ഞ ദിവസം ബിജെപി സംസ്ഥാന അധ്യക്ഷന് കെ സുരേന്ദ്രന് പറഞ്ഞിരുന്നു. പാലക്കാട്ട് ഉപതിരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് സന്ദീപ് വാര്യര് ബിജെപി വിട്ടതിന്റെ പഴി കേൾക്കേണ്ടി വന്ന സംസ്ഥാന നേതൃത്വത്തിന് സിപിഎം നേതാക്കളുടെ കടന്നുവരവ് വലിയ ആശ്വാസമാണ് നൽകുന്നത്. ബിജെപി ജില്ലാ സെക്രട്ടറി വി വി രാജേഷ് അടക്കമുള്ള നേതാക്കള് മധുവിന്റെ വീട്ടിലെത്തിയാണ് അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചത്. മംഗലപുരം ഏരിയ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് മധുവിനെ മാറ്റി പകരം എം ജലീലിന്റെ പേര് പാർട്ടി ജില്ലാ നേതൃത്വം ഉയർത്തിക്കാട്ടിയതോടെയാണ് മധു പാർട്ടി വിട്ടത്. ജില്ലാ സെക്രട്ടറി വി ജോയി എംഎൽഎക്കെതിരെ ഗുരുതര ആരോപണങ്ങളുന്നയിച്ച് മധു മുല്ലശ്ശേരി മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയിരുന്നു. തുടർന്ന് സമ്മേളനം അലങ്കോലമായി. സിപിഎമ്മുമായുള്ള ബന്ധം അവസാനിപ്പിച്ചുവെന്നും പാർട്ടി വിടുമെന്നും മധു മുല്ലശ്ശേരി അറിയിച്ചു. തുടർന്ന് മധുവിനെ പുറത്താക്കാൻ സിപിഎം തീരുമാനിക്കുകയായിരുന്നു. ഏരിയ സെക്രട്ടറി സ്ഥാനത്തേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ ജലീലിന് 16 വോട്ടും മധുവിന് 5 വോട്ടുമാണ് ലഭിച്ചത്. തന്നെ നേതൃത്വം ബോധപൂർവം പരാജയപ്പെടുത്തുകയായിരുന്നുവെന്ന് മധു ആരോപിച്ചിരുന്നു. വി ജോയി എംഎൽഎ വിഭാഗീയത വളർത്താൻ ശ്രമിച്ചെന്നുൾപ്പെടെ ഗുരുതരമായ ആരോപണങ്ങളാണ് മധു മുല്ലശ്ശേരി ഉന്നയിച്ചത്. അതേസമയം ജോയി ആറ്റിങ്ങൽ മണ്ഡലത്തിൽ നിന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പില് മത്സരിച്ചപ്പോൾ മംഗലപുരം ഏരിയ കമ്മിറ്റി പ്രചാരണത്തില് വീഴ്ച വരുത്തിയെന്ന ആരോപണം ഉയർന്നിരുന്നു. ജില്ലയിലെ സിപിഎമ്മിന് സംഘടനാപരമായി കരുത്തേറിയുള്ള മംഗലപുരം ഏരിയ കമ്മിറ്റിയാണ് പരസ്യമായ ചേരിപ്പോരിലൂടെ വിവാദ കേന്ദ്രമായി മാറിയിരിക്കുന്നത്. ഈ കമ്മിറ്റിക്കു കീഴിലെ താമസക്കാരനായ ജില്ലാ സെക്രട്ടറി വി ജോയിയെ ആരോപണ മുനയിൽ നിർത്തിയ പരസ്യകലാപവുമായാണ് മുൻ ഏരിയ സെക്രട്ടറി മധു മുല്ലശ്ശേരി പാർട്ടിക്കു പുറത്തു പോകുന്നത്. അത് പ്രാദേശിക തർക്കങ്ങൾക്ക് പുറത്തേക്കും വ്യാപിക്കുന്നു. നേതാക്കളുടെ അനധികൃത സ്വത്ത് സമ്പാദനവും ഫണ്ട് വെട്ടിപ്പും ബിസിനസ് താൽപര്യങ്ങളും മുതൽ രഹസ്യമായ ബിജെപി ബന്ധം വരെയാണ് പരസ്പരം ആരോപിക്കപ്പെടുന്നത്. മധുവിനെതിരെ ഏരിയ കമ്മിറ്റിയിൽ അതൃപ്തി പുകഞ്ഞിരുന്നുവെന്ന് ജോയ് ആരോപിക്കുമ്പോൾ സ്വന്തം ഏരിയ കമ്മിറ്റിയിൽ ജോയി വിഭാഗീയ പ്രവർത്തനം നടത്തിയെന്നാണ് മധുവിന്റെ പ്രത്യാരോപണം. പുതിയ ഏരിയ സെക്രട്ടറി എം ജലീലിനെതിരെ ഉയർന്ന ആരോപണങ്ങളും മധു ഉന്നയിക്കുന്നു. ഈ പോരിലൂടെ കൂടുതൽ പാർട്ടി രഹസ്യങ്ങൾ പുറത്തേക്ക് വരുമോ എന്ന ആശങ്ക നേതാക്കൾക്കുണ്ട്. മധുവിനെതിരെ ജില്ലാ നേതൃത്വത്തിനു നേരത്തെ പരാതി ലഭിച്ചിട്ടുണ്ടെന്ന് സൂചിപ്പിച്ച കടകംപള്ളി സുരേന്ദ്രന് അതെന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ലെന്നും സമയമാകുമ്പോൾ വെളിപ്പെടുത്താമെന്നും വ്യക്തമാക്കി. അതേസമയം മധു മുല്ലശ്ശേരിയുടെ മകന് മിഥുനെ ഡിവൈഎഫ്ഐ പുറത്താക്കി. മധുവിനൊപ്പം മിഥുനും ബിജെപിയിൽ ചേരാൻ തീരുമാനിച്ചിരുന്നു. വില്ലുപുരം, കള്ളക്കുറിച്ചി, ധർമ്മപുരി പിന്നെ കോട്ടയവും പെരുമഴ 124.5 മില്ലിമീറ്റർ പെയ്തു. സർവകാല റെക്കോർഡ്. രാജ്യത്ത് 4ാം സ്ഥാനം, കേരളത്തിൽ 1. ഫെയ്ഞ്ചലിൽ കോട്ടയത്ത് റെക്കോർഡ് മഴ. തമിഴ്നാട് വിറപ്പിച്ച ഫെയ്ഞ്ചൽ കോട്ടയത്തെ പെരുവെള്ളത്തിൽ മുക്കി. 24 മണിക്കൂറിൽ കോട്ടയം ജില്ലയിൽ 124.5 മില്ലിമീറ്റർ മഴ ലഭിച്ചു. മഴക്കണക്കിൽ രാജ്യത്ത് 4ാം സ്ഥാനമാണ് ജില്ലയ്ക്ക്. ഫെയ്ഞ്ചൽ ചുഴലിക്കാറ്റിന്റെ സ്വാധീനം നേരിട്ട് ലഭിച്ച തമിഴ്നാട്ടിലെ വില്ലുപുരം 176.8 മില്ലിമീറ്റർ, കള്ളക്കുറിച്ചി 169.3, ധർമ്മപുരി 138.4 ജില്ലകൾ മാത്രമാണ് കോട്ടയത്തിനു മുന്നിലുള്ളത്. ഞായറാഴ്ച കോട്ടയം നഗരത്തിനും പരിസര പ്രദേശത്തും അതിശക്തമായ മഴ ലഭിച്ചു. വൈകിട്ട് 6 തുടങ്ങിയ അതിശക്തമായ മഴ 3 മണിക്കൂർ നീണ്ടുനിന്നു. 183.8 മില്ലിമീറ്റർ മഴയാണ് രേഖപ്പെടുത്തിയത്. കോട്ടയം നഗരത്തിൽ ഡിസംബർ മാസത്തിൽ ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന മഴക്കണക്കാണിത്. മുൻപ് 2011 ഡിസംബർ 31 ലഭിച്ച 92 മില്ലിമീറ്റർ മഴയാണ് നിലവിലെ റെക്കോർഡ്. 13 വർഷങ്ങൾക്കു മുൻപ് സമാനമായ അവസ്ഥയിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപമെടുത്ത താനെ ചുഴലിക്കാറ്റാണ് മഴയ്ക്കു കാരണമായത്. കാലാവസ്ഥാ വകുപ്പിന്റെ കണക്ക് പ്രകാരം 115.6, 204.4 മില്ലിമീറ്റർ മഴയെ അതിശക്തമായ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സീസൺ ഔദ്യോഗികമായി അവസാനിക്കാൻ 1 മാസം ബാക്കി നിൽക്കെ ജില്ലയിൽ കാലവർഷം കഴിഞ്ഞ ദിവസത്തെ മഴയോടുകൂടി നോർമൽ കാറ്റഗറിയിലായി. 4% അധിക മഴ ലഭിച്ചു.
കഴിഞ്ഞ 12 വർഷത്തെ കണക്ക് പരിശോധിച്ചാൽ തുലാവർഷ സീസണിൽ 10 തവണയും കോട്ടയം ജില്ലയിൽ ലഭിക്കേണ്ടതിനേക്കാൾ 574.2 മില്ലിമീറ്റർ മഴ ലഭിച്ചു. 2016-2020 വർഷങ്ങളിൽ മാത്രമാണ് തുലാവർഷത്തിൽ കുറവ് അനുഭവപ്പെട്ടത്. ഒക്ടോബർ 1 മുതൽ ഡിസംബർ 31 വരെയുള്ള കാലമാണ് തുലാവർഷ സീസൺ. മഴയിലും ചൂടിലും കോട്ടയം രാജ്യത്ത് ഒന്നാം സ്ഥാനത്തെത്തിയ അവസരങ്ങൾ നിരവധിയാണ്. നാളെ റേഷന് കടകൾക്ക് അവധി. നവംബർ മാസത്തെ റേഷന് ഇന്നുകൂടി ലഭിക്കും. തിരുവനന്തപുരം നവംബർ മാസത്തെ റേഷന് ഇന്നു 2024 ഡിസംബർ 3 കൂടി ലഭിക്കുമെന്ന് ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് അറിയിച്ചു. മാസാന്ത്യ കണക്കെടുപ്പുമായി ബന്ധപ്പെട്ട് നാളെ റേഷന് കടകൾക്ക് അവധിയായിരിക്കും. ഡിസംബർ മാസത്തെ റേഷന് ഈ മാസം 5 മുതൽ വ്യാഴാഴ്ച വിതരണം ചെയ്തു തുടങ്ങും. നീല കാർഡുകാർക്ക് 3 കിലോ അരിയും വെള്ള കാർഡുകാർക്ക് 5 കിലോ അരിയും 10 രൂപ 90 പൈസ നിരക്കിൽ ലഭിക്കുമെന്നും സംസ്ഥാന സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. കലുങ്കിന്റെ സൈഡ് ഭിത്തി തകർന്നു. കോടഞ്ചേരി കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായി പെയ്ത മഴയെ തുടർന്ന് മുണ്ടൂർ മൂന്നാനക്കുഴി ഗാന്ധി റോഡ് കലുങ്കിന്റെ സൈഡ് ഭിത്തി തോട്ടിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു. റോഡിന്റെ പകുതി ഭാഗം വിണ്ടുകീറിയ നിലയിലാണ്. ഏകദേശം 50ലധികം കുടുംബങ്ങൾ ഉപയോഗിക്കുന്ന റോഡിലാണ് ഈ കലുങ്ക് ഉണ്ടായിരുന്നത്. ഇതുമൂലം ഇതുവഴി വലിയ വാഹനങ്ങൾ കടന്നു പോവുകയില്ല. എത്രയും പെട്ടെന്ന് കലുങ്ക് പുനർനിർമ്മിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ വളപ്പിലുള്ള പഴയ 8 പോലീസ് ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കുന്നതിനുള്ള ലേലപരസ്യം. കോഴിക്കോട് റൂറൽ ജില്ലാ പോലീസ് മേധാവിയുടെ അധികാരപരിധിയിലെ കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ വളപ്പിലുള്ള പഴയ 8 പോലീസ് ക്വാർട്ടേഴ്സുകൾ പൊളിച്ചു നീക്കുന്നതിനായി 2024 ഡിസംബർ 19 തീയതി പകൽ 11:30 മണിക്ക് കോടഞ്ചേരി പോലീസ് സ്റ്റേഷൻ വളപ്പിൽ വെച്ച് പരസ്യമായി ലേലം ചെയ്യുന്നതിന് നിശ്ചയിച്ചിരിക്കുന്നു. നിബന്ധനകൾ: 1. ലേലത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ ലേലത്തിൽ നേരിട്ട് ഹാജരാകേണ്ടതും ലേലം തുടങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് നിശ്ചിത നിര ദ്രവ്യമായ 12,355 രൂപ ലേലസ്ഥലത്ത് അടച്ച് രസീത് വാങ്ങേണ്ടതുമാണ്. കൂടാതെ സീൽ ചെയ്ത് ദർഗാസുകൾ നേരിട്ടോ തപാൽ മാർഗമോ നിശ്ചിത നിര ദ്രവ്യമായ തുക ആയതിന്റെ ഡിമാൻഡ് ഡ്രാഫ്റ്റ് സഹിതം കോടഞ്ചേരി പോലീസ് ഇൻസ്പെക്ടറുടെ പേരിൽ 2024 ഡിസംബർ 18 തീയതി വൈകിട്ട് 5 മണിവരെ കോടഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ സമർപ്പിക്കാവുന്നതാണ്. കൂടാതെ ദർഗാസ് അടങ്ങിയ കവറിനു പുറത്ത് പോലീസ് ഡിപ്പാർട്ട്മെന്റ് വക സ്ഥലത്തെ ക്വാർട്ടേഴ്സ് കെട്ടിടങ്ങൾ ലേലം ചെയ്യുന്നതിനുള്ള ദർഗാസ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്. 2. ദർഗാസുകൾ നൽകിയിട്ടുള്ളവർ ലേലസമയത്ത് കൃത്യമായി ഹാജരാകേണ്ടതാണ്. 3. പരസ്യലേലം അവസാനിച്ചാലുടൻ ദർഗാസുകൾ തുറക്കുന്നതും ലേലത്തിലോ ദർഗാസിലോ ഏതിലാണോ കൂടുതൽ തുക വന്നിട്ടുള്ളത് ആയതിനു ലേലം താൽക്കാലികമായി സ്ഥിരപ്പെടുത്തി കൊടുക്കുന്നതാണ്. 4. ലേലം താൽക്കാലികമായി ഉറപ്പിച്ച ഉടൻ തന്നെ ലേലതുകയുടെ പകുതിയും നിരദ്രവ്യം കഴിച്ച് തുകയുടെ 18% GST, 1% TCS എന്നിവ അടച്ച് രസീത് വാങ്ങേണ്ടതും ലേലം സ്ഥിരപ്പെടുത്തിയതിനുശേഷം ബാക്കി തുക അടച്ച് 10 ദിവസത്തിനകം കെട്ടിടം സ്വന്തം ചിലവിലും ഉത്തരവാദിത്വത്തിലും പൊളിച്ചു മാറ്റി സാധന സാമഗ്രികൾ പ്രസ്തുത സ്ഥലത്തുനിന്നും പൂർണ്ണമായി നീക്കം ചെയ്യേണ്ടതുമാണ്. 5. ലേലത്തിൽ പങ്കെടുക്കുന്നവരുടെ നിരദ്രവ്യം ലേലം കൊണ്ടയാളുടെ ഒഴികെ ലേലം കഴിഞ്ഞ ഉടനെ തന്നെ തിരിച്ചു നൽകുന്നതാണ്. 6. ഏതെങ്കിലും കാരണവശാൽ ലേലം ദർഗാസ് സ്ഥിരപ്പെടുത്തി കിട്ടുന്നയാൾ ലേല നിബന്ധനകൾ ലംഘിക്കുകയാണെങ്കിൽ പിയാൻ അടച്ച തുക സർക്കാരിലേക്ക് മുതൽ കൂട്ടുന്നതും കെട്ടിടം പുനർലേലം ചെയ്യുന്നതുമായിരിക്കും. പുനർലേലത്തിൽ ഏതെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ആയത് മുൻ ലേലക്കാരനിൽ നിന്നും ഈടാക്കുന്നതും കൂടുതലായി കിട്ടുന്ന തുകയ്ക്ക് മുൻ ലേലക്കാരൻ അവകാശിയായിരിക്കുന്നതുമല്ല. കലാപരിപാടികളും ചിത്രരചന മത്സരവും ബോധവൽക്കരണ ക്ലാസുകളും സംഘടിപ്പിച്ചു. മുക്കം ലോകഭിന്നശേഷി ദിനാചരണത്തിന്റെ ഭാഗമായി മാമ്പറ്റ പ്രതീക്ഷ സ്കൂളിൽ വിവിധ പരിപാടികൾ നടന്നു. KMCT നഴ്സിംഗ് കോളേജിലെ വിദ്യാർത്ഥികളും ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. കലാപരിപാടികളും ചിത്രരചന മത്സരം ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു. വൈവിധ്യമാർന്ന പരിപാടികൾ സ്കൂൾ മാനേജർ C. ഹാരിസ് ഉദ്ഘാടനം ചെയ്തു. HMK ഷീബയുടെ അധ്യക്ഷതയിൽ ചേർന്ന ആഘോഷപരിപാടികൾക്ക് KMCT നഴ്സിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ D. ആശ, ലെക്ചറർ സ്വപ്ന CN, T. പ്രഭാകരൻ, ആവന്തിക എന്നിവർ നേതൃത്വം നൽകി. ചിപ്പിലിത്തോട് നമ്പിശ്ശേരി NV ദേവസ്യ 79 നിര്യാതനായി. സംസ്കാരം നാളെ 2024 ഡിസംബർ 4, 11 ചിപ്പിലിത്തോട് സെന്റ് മേരീസ് പള്ളി സിമിത്തേരിയിൽ. ഭാര്യ ലീലാമ്മ കുഞ്ഞിപ്പറമ്പിൽ വിലങ്ങാട്. മക്കൾ ഷാബി ഡേവീസ്, ദമാം, സലീം ഡേവിഡ്, കോഴിക്കോട് സുനിൽ ഡേവീസ്, മിനിക്സ് ഡേവീസ്, മസ്കറ്റ്. മരുമക്കൾ സിമിലി ജോൺ വലിയകുളത്തിൽ, ഷൈനി വാതിൽക്കാലയിൽ, രമ്യ അബ്രാഹം കോലഞ്ചേരി, ജൂബി ദേവസ്യ കുളത്തിങ്കൽ. കോടഞ്ചേരി പള്ളത്ത് ജോൺസൺ ജോണി 67 നിര്യാതനായി. സംസ്കാരം നാളെ 4 ഡിസംബർ 24 ഉച്ചകഴിഞ്ഞ് പുലർച്ചെ 3 മണിക്ക് ഭവനത്തിൽ ആരംഭിച്ച് കോടഞ്ചേരി സെന്റ് മേരീസ് ഫൊറോന ദേവാലയ സിമിത്തേരിയിൽ. ഭാര്യ ഗ്രേസി കണ്ണോത്ത് നിരവത്ത് കുടുംബാംഗം. മക്കൾ ജോജി ചെന്നൈ, ലിജി നേഴ്സ്, KMCT. മരുമക്കൾ സൂസൻ തോണിപ്പാറ നെല്ലിപ്പൊയിൽ, കാനഡ, സിൽജോ നെടിയാക്കൽ, തുഷാരഗിരി. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. വാർത്തകളും പരസ്യങ്ങളും അറിയിക്കുവാൻ വേണ്ടി കോടഞ്ചേരി മീഡിയ അഡ്മിന്മാരെ ബന്ധപ്പെടാവുന്നതാണ്.